കർത്താവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഐസയ ചാപ്റ്റർ 6 വേഴ്സസ് 1 to 8. നമ്മുടെ ഈ ദിവസത്തെ ധ്യാനത്തിന്റെ തലക്കെട്ട് അടച്ചുപൂട്ടലിന്റെ ഈ നാളുകളിൽ നമുക്ക് എന്താണ് ആവശ്യമായിട്ടുള്ളത്? വാട്ട് വി നീഡ് ഇൻ ദ ലോക്ക്ഡൗൺ ടൈംസ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, ഉസ്സിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറയുന്ന യെശയ്യാവിനെ. Verse 1 mentions the death of King Uzziah. ഉസ്സിയ രാജാവ് വളരെ പ്രഗത്ഭനായ ഒരു രാജാവായിരുന്നു. നീണ്ട 52 വർഷങ്ങൾ തന്റെ ജനത്തിന് വളരെ ഐശ്വര്യപൂർണമായ ഭരണം കാഴ്ചവെച്ച ഒരു ഭരണാധികാരി. അദ്ദേഹത്തിന്റെ മരണം ഒരു നല്ല കാലഘട്ടത്തിന്റെ അന്ത്യം എന്ന രീതിയിലാണ് ജനങ്ങൾ മനസ്സിലാക്കിയത്. സ്ഥിരതയും സമൃദ്ധിയും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിന് ഉസ്സിയാവിന്റെ മരണത്തോടെ അറുതി വന്നുവോ എന്ന് ജനങ്ങൾ സംശയിക്കുവാനായിട്ട് തുടങ്ങി. ഉസ്സിയ വാസ് ദ 10th king of Judah and he was a very godly man. He had reigned for 52 years. His death signaled the end of a time of great prosperity and consistency. Hence, Isaiah is greatly disturbed by the death of the great king. For Isaiah and the entire nation, it is a time of uncertainty and change and doubt. യെശയ്യാവിനും രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾക്കും അസ്ഥിരതയുടെയും അനിശ്ചിതത്വത്തിന്റെയും സംശയത്തിന്റെയും ഒരു കാലഘട്ടം ഉടലെടുക്കുന്നതായിട്ടാണ് നാം ഇവിടെ കാണുന്നത്. Isaiah had his attention focused on Uzziah, but not that Uzziah is dead. His attention is redirected back to the Lord. Isaiah had a fresh encounter with God. ഇതുവരെ ഉസ്സിയ രാജാവിന്റെ പ്രശസ്തിയിലും അദ്ദേഹത്തിന്റെ നന്മ നിറഞ്ഞ ഭരണത്തിലും ശ്രദ്ധ വച്ചിരുന്ന അല്ലെങ്കിൽ അതിൽ സന്തോഷിച്ചിരുന്ന ഉസ്സിയാവിന്റെ മരണത്തോടെ ഒരു നിരാശയിൽ ആയിത്തീരുകയാണ്. എന്നാൽ ആ നിരാശ, ഉസ്സിയാവിന്റെ മരണം മൂലമുണ്ടായ നിരാശ യെശയ്യാവിന് ഒരു പുതിയ ദർശനത്തെ നൽകുന്നുവെന്ന് നാം ഇവിടെ കാണുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളുടെയൊക്കെ ജീവിതത്തിന്റെ പ്രതാപവും ഐശ്വര്യവും സ്ഥിരതയും നന്മയും കൈമോശം വന്നുവോ എന്ന് ചിന്തിച്ച് നാം എല്ലാവരും അവരവരുടെ വീടുകളിൽ അടയ്ക്കപ്പെട്ട അവസ്ഥയിൽ കഴിയുന്ന ഒരു കാലഘട്ടമാണല്ലോ ഇത്. നാം പ്രത്യാശ വെച്ചിരുന്ന പല കാര്യങ്ങളും ഇനിയില്ലല്ലോ എന്ന് ഓർത്ത് ഭാരപ്പെടുന്ന ദിവസങ്ങളാണല്ലോ ഇത്. എന്നാൽ ഈ ലോക്ക്ഡൗൺ നാളുകളിൽ, ഈ അടച്ചുപൂട്ടലിന്റെ നാളുകളിൽ നമുക്കും ദൈവത്തിങ്കിലേക്ക് നോക്കി ഒരു പുതിയ ദർശനം പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. We all have down times in life. Those down times can grow us or they can ruin us, which depends upon what has our attention. ഈ അടച്ചുപൂട്ടലിന്റെ കാലഘട്ടം നമ്മെ ഒന്നുകിൽ വളർത്തുന്നതിനോ ഇല്ലെങ്കിൽ തളർത്തുന്നതിനോ ഇടയാകും. നാം എവിടെയാണ് ആശ്രയിക്കുന്നത്, എവിടെയാണ് നമ്മുടെ ശ്രദ്ധ എന്നതിനെ ആശ്രയിച്ചാണ് ഈ കാലഘട്ടം നമുക്ക് അനുകൂലമോ പ്രതികൂലമോ ആയി തീരുന്നത്. 3 ചെറിയ ചിന്തകൾ പങ്കുവയ്ക്കട്ടെ. ഒന്നാമതായി, we need to see what Isaiah saw. യെശയ്യാവ്
ഈ പ്രത്യേക കാലഘട്ടത്തിൽ കണ്ടത് നമുക്കും കാണുവാനായിട്ട് സാധിക്കും. 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. എന്താണ് അവിടെ ഐസയ കാണുന്നത്? ഐസയ saw God's position, God's personality and God's holiness. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് കാണുന്നതായിട്ടുള്ള യെശയ്യ. ഐസയ saw God in his sovereignty. An earthly king may have died, but the Lord still reigned. He saw the Lord in all his glory. When life seems to fall apart, we need to remember the God who is in control of it all. What appears to be a tragedy to us may be the greatest thing that would happen in our lives. We need to remember just who is in control. Isaiah finally understood that Uzziah might have been a good king, but the Lord was a holy God, and he alone deserved the glory for all of people. യെശയ്യാവിന് ഇവിടെ ഒരു കാര്യം നന്നായി മനസ്സിലാവുകയാണ്. ഉസിയ ഒരുപക്ഷെ ജൂദായിലെ ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരിയായിരുന്നിരിക്കാം. നീണ്ട വർഷങ്ങൾ ജനത്തിന് നന്മ ചെയ്ത ആളായിരിക്കാം. എന്നാൽ അദ്ദേഹത്തെക്കാൾ വലിയവനാണ് സ്വർഗത്തിലെ ദൈവം. പ്രിയപ്പെട്ടവരെ, ഈ ലോക്ക്ഡൗൺ നാളുകളിൽ, അടച്ചുപൂട്ടലിൻ്റെ ഈ നാളുകളിൽ നമ്മളും പലപ്പോഴും വിചാരിക്കുന്നുണ്ട്, എന്തെല്ലാം നല്ല അനുഭവങ്ങളാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്നത്, എന്തെല്ലാം നല്ല സാഹചര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരുന്നത്. അതിനെല്ലാം ഒരു അറുതി വന്നുവോ? ഇനി അതൊന്നും ആവർത്തിക്കുകയില്ലയോ? അതൊന്നും ഇനി നമുക്ക് നന്മയായി വരികയില്ലയോ? എല്ലാം കഴിഞ്ഞുപോയോ എന്ന ഒരു ചിന്ത. പ്രിയപ്പെട്ടവരെ, ഉസിയാവ് മരിച്ച ആണ്ടിൽ യെശയ്യാവിന് വലിയ നിരാശയുണ്ടായെങ്കിലും അവന് ദൈവത്തെക്കുറിച്ച് ലഭിക്കുന്ന പുതിയൊരു ദർശനം അവൻ്റെ ജീവിതത്തിൽ മുൻപോട്ട് നയിക്കുന്നതായി നമ്മൾ കാണുന്നു. Isaiah was reminded that Uzziah might be gone, but the Lord was still there. ഉസിയാവ് കടന്നുപോയി, എന്നാൽ ദൈവം കടന്നുപോകാത്തവനായി നിൽക്കുന്നു. He had not been forsaken even during this downtime, but the Lord was still with him in great glory. Dear friends, we need to remember this truth as well. We are never alone, even during the down times of life. Even during the lockdown time, we still have the presence of the Lord with us at all times. ഈ അടച്ചുപൂട്ടലിൻ്റെ നാളുകളിൽ എല്ലാം അവസാനിച്ചു എന്ന് ഞാനും നിങ്ങളും കരുതേണ്ടതില്ല. ദൈവത്തെക്കുറിച്ചുള്ള ഒരു പുതിയ ദർശനം നമ്മൾ പ്രാപിക്കേണ്ടിയിരിക്കുന്നു. ഉസിയാവ് കടന്നുപോയാൽ കടന്നുപോകാത്തൊരു ദൈവം തൻ്റെ സകല മഹത്വത്തിലും വാഴുന്നു. ഹീ റൂൾസ് ദ വേൾഡ്. പ്രിയപ്പെട്ടവരെ, ദൈവമാണ് ഈ രാജ്യത്തെ ഭരിക്കുന്നത്. ദൈവമാണ് ഈ ലോകത്തെ ഭരിക്കുന്നത്. കാലഘട്ടങ്ങൾക്ക് വ്യതിയാനം വരാം, സാഹചര്യങ്ങൾക്ക് വ്യത്യാസം വരാം. ദൈവത്തിന് ഒരു കാലത്തും വ്യത്യാസം വരുന്നില്ല. അവൻ ലോകത്തെ നീതിയോടും ന്യായത്തോടും കൂടെ ഭരിക്കുന്നവനാണ്. ഉസിയാവിനേക്കാൾ വലിയവനായ ഒരു ദൈവത്തെ ദർശിച്ച യെശയ്യാവിൻ്റെ ദർശനം ഈ ലോക്ക്ഡൗൺ നാളുകളിൽ നമുക്ക് ഉണ്ടാകട്ടെ. രണ്ടാമതായിട്ട്, we need to sense what Isaiah sensed. We need to sense what Isaiah sensed. Verses 5 to 7. Isaiah sensed his own condition.
ദൈവത്തെ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ദർശിച്ചതായിട്ടുള്ള യെശയ്യാവിന് അവൻ്റെ ജീവിതത്തെ സെൻസ് ചെയ്യുവാൻ, അവൻ്റെ ജീവിതത്തെ തിരിച്ചറിയുവാൻ സാധിക്കും. When Isaiah saw the Lord, he instantly realized that there were problems within his own heart. That is what happens when you and I get close to God. Moving closer to God and seeing Him as He is reveals the wickedness and sin in our own lives. Isaiah probably thought all was well in his life until he saw the Lord in His glory. When he did, he was made aware of his own shortcomings. ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുന്നതുവരെ തൻ്റെ ജീവിതത്തിലെല്ലാം ശരിയാണ്, താൻ ശരിയായ പാതയിലാണ് മുന്നേറുന്നത്, തൻ്റെ ജീവിതത്തിലെല്ലാം നല്ലതാണ്, കുഴപ്പങ്ങളൊന്നുമില്ല എന്നാണ് യെശയ്യാവ് ചിന്തിച്ചിരുന്നത്. എന്നാൽ ദൈവത്തെ അവൻ്റെ മഹത്വത്തിൽ സെൻസ് ചെയ്തതായിട്ടുള്ള, ദൈവത്തെ അവൻ്റെ മഹത്വത്തിൽ അറിഞ്ഞതായിട്ടുള്ള യെശയ്യാവ് ഇവിടെ പറയുന്നു, തൻ്റെ ജീവിതത്തിൽ അനേകം കുറവുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളും ഈ ഒരു അവസ്ഥയിലേക്ക് ഈ ദിവസങ്ങളെ രൂപാന്തരപ്പെടുത്തേണ്ടിയിരിക്കുന്നു. നമ്മുടെ ലോക്ക്ഡൗൺ നാളുകളിൽ, അടച്ചുപൂട്ടലിൻ്റെ നാളുകളിൽ ദൈവത്തെ അവൻ്റെ മഹത്വത്തിൽ കാണുന്നതോടൊപ്പം നമ്മെ ഉള്ളതുപോലെയൊന്ന് കാണുവാനുള്ള അവസരം കൂടി ഉണ്ടാകേണ്ടതത്രേ. Until we see God and confronted with our own condition, we will remain proud. But when we come face to face with God, it will produce humility and confession. ദൈവം മുൻപാകെ നമ്മെ തന്നെ കാണുന്നതുവരെ നമ്മുടെ അഹന്തയ്ക്കും അഹംഭാവത്തിനും താൻ പോരിമയ്ക്കും യാതൊരു കുറവും വരികയില്ല. നമ്മളെല്ലാം തികഞ്ഞവരെന്ന ബോധം നമ്മെ വല്ലാതെ അഹന്തയുള്ളവരാക്കി തീർക്കും. എന്നാൽ ദൈവത്തെ മുഖാമുഖം കാണുമ്പോൾ നമ്മുടെ ഇല്ലായ്മയെയും നമ്മുടെ പോരായ്മയെയും നമ്മുടെ പാപത്തെയും കുറിച്ച് നമുക്ക് ബോധമുള്ളവരായി നാം തീരും. ഐസയ സെൻസ്ഡ് ഹിസ് ഓൺ ക്ലെൻസിങ്. യെശയ്യാവ് അവൻ്റെ ശുദ്ധീകരണത്തെക്കുറിച്ച് നന്നായി മനസ്സിലാക്കുകയാണ്. The closer you get to God, the worse you look. The closer you get to God, the worse you look. ദൈവത്തോട് കൂടുതൽ അടുക്കുന്തോറും നമ്മുടെ പോരായ്മകളെക്കുറിച്ച് നമ്മൾ ബോധമുള്ളവരായിത്തീരും. അതുകൊണ്ടാണ് യെശയ്യാവ് പറയുന്നത്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഞാൻ അരിഷ്ടനായ മനുഷ്യൻ. കർത്താവിനെ കണ്ടതായിട്ടുള്ള പത്രോസ് അയ്യോ ഞാൻ പാപിയായ മനുഷ്യൻ എന്ന് പറഞ്ഞ് അരയിൽ തൂവാല ചുറ്റി കടലിൽ ചാടുന്നതായി നമ്മൾ കാണുന്നു. ദൈവത്തോട് അടുത്തു വരുമ്പോഴാണ് നമ്മുടെ പോരായ്മകളെ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ അടച്ചുപൂട്ടലിൻ്റെ നാളുകൾ, ഈ ലോക്ക്ഡൗൺ കാലഘട്ടം നമ്മെ തന്നെ ദൈവ മുൻപാകെ കാണുവാൻ, നമ്മുടെ അഹന്തകളെ തിരിച്ചറിയുവാൻ, നമ്മുടെ തൻകാര്യ സ്വഭാവത്തെ തിരിച്ചറിയുവാൻ, നമ്മുടെ നിഗളഭാവത്തെ മനസ്സിലാക്കുവാൻ, അതിനെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ ഉപേക്ഷിക്കുവാൻ ഇടയാകേണ്ടത് ആവശ്യമാണ്. മൂന്നാമതായി നാം കാണുന്നത്, we need to say what Isaiah said. We need to say what Isaiah said. Verse 8, എട്ടാമത്തെ വാക്യം. As soon as Isaiah gets his heart clean, he hears the call of God to service. He said to Lord, I am available. Lord, I am available. He said, my downtime is over and I am ready to service. That is what we need to say when life turns down. We need to submit, surrender and sacrifice. ജീവിതം
തലകീഴായി മറിയുമ്പോൾ, പ്രതീക്ഷകൾ തലകീഴായി മറിയുമ്പോൾ, സ്വപ്നങ്ങൾ തകർന്നടിയുമ്പോൾ, വീടുകൾക്കുള്ളിൽ പൂട്ടപ്പെട്ടവരായി നാം തീരുമ്പോൾ, നമുക്കും ഐശയായോട് ചേർന്ന്, യെശയ്യാവിനോട് ചേർന്ന് ഇത് പറയുവാനായിട്ട് സാധിക്കും. ദൈവമേ, നിന്റെ ശുശ്രൂഷയ്ക്കായി ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു. I submit myself, I surrender myself, and I sacrifice myself. Isaiah not only said, Lord, I am available, but he also said, Lord, I am agreeable. ദൈവമേ, ഞാൻ അവൈലബിൾ ആണ്, ഞാൻ സന്നദ്ധനാണ് എന്ന് മാത്രമല്ല പറഞ്ഞത്, ഞാനെല്ലാം സമ്മതിക്കുന്നു. Lord, I am here to do what you want, and I am willing to do what you want. Send me and let me go do what you want me to do. അടിയനിതാ, അടിയനെ അയക്കണമേ. That is a sure way to turn your down times upside down. നമ്മുടെ ലോക്ക്ഡൗൺ നാളുകളെ, നമ്മുടെ ഈ അടച്ചുപൂട്ടലിൻ്റെ നാളുകളെ, നാം ഇന്ന് ആയിരിക്കുന്ന അവസ്ഥയെ നമുക്ക് ഇത്തരത്തിൽ രൂപാന്തരപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. കർത്താവേ, ഐ എം നോട്ട് ഓൺലി അവൈലബിൾ, ബട്ട് ഐ എം ഓൾസോ എഗ്രിയബിൾ. ഞാൻ നിന്റെ വേലയ്ക്ക് വേണ്ടി, നിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. അടച്ചുപൂട്ടൽ ഒരിക്കലും നമ്മെ നശിപ്പിച്ചു കളയുവാൻ വേണ്ടിയല്ല, പിന്നെയോ നമ്മളെ രൂപാന്തരപ്പെടുത്തുവാൻ വേണ്ടിയാണ്. ഒന്നുകിൽ ഈ കാലഘട്ടം നമ്മെ വളർത്തും, അല്ലെങ്കിൽ ഇത് നമ്മെ തളർത്തും. 3 കാര്യങ്ങളാണ് ഞാൻ പറയാനായിട്ട് ശ്രമിച്ചത്. വാട്ട് വി നീഡ് ഇൻ ദ ലോക്ക്ഡൗൺ ടൈംസ്. ഈ അടച്ചുപൂട്ടലിന്റെ നാളുകളിൽ എന്താണ് നമുക്ക് ആവശ്യമായിട്ടിരിക്കുന്നത്? യെശയ്യാവിനെ പോലെ നമ്മുടെയും പ്രതീക്ഷകളൊക്കെ തകർന്നുടഞ്ഞിരിക്കുന്ന ഒരു സന്ദർഭം. നാം ആശ വെച്ചതൊക്കെ അകന്നു പോകുന്നുവോ എന്ന് വല്ലാതെ ആകുലപ്പെടുന്ന ഒരു കാലഘട്ടം. ഇവിടെ യെശയ്യാവ് കണ്ടത് കാണുവാൻ നമുക്ക് സാധിക്കണം. Isaiah saw God's position, God's personality and God's sovereignty. ഈ കാലഘട്ടത്തിലും ദൈവം വാഴുന്നുവെന്നുള്ളൊരു ബോധം നമ്മെ എല്ലാവരെയും ഭരിക്കട്ടെ. രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞത്, we need to sense what Isaiah sensed. യെശയ്യാവ് മനസ്സിലാക്കിയതുപോലെ നമുക്കും മനസ്സിലാക്കുവാൻ സാധിക്കണം. ദൈവത്തോടടുത്ത് വന്നപ്പോഴാണ് അവൻ്റെ അപരാധങ്ങളെക്കുറിച്ച് അവന് അവബോധം ഉണ്ടായത്. ദൈവത്തെ അവൻ്റെ മഹത്വത്തിൽ ദർശിച്ചപ്പോഴാണ് അവൻ്റെ പാപത്തെക്കുറിച്ച് അവന് ബോധം വന്നത്. ഈ ലോക്ക്ഡൗൺ നാളുകൾ നമ്മുടെ പാപത്തെക്കുറിച്ച് നമ്മെ ബോധം വരുത്തുന്ന ഒരു ദിവസങ്ങളായി തീരട്ടെ. The closer you get to God, the worse you look. Finally, we need to say what Isaiah said. എന്താണ് യെശയ്യാവ് പറഞ്ഞത്? Here I am, Lord, send me. അടിയനിതാ, അടിയനെ അയക്കണമേ. ഈ ലോക്ക്ഡൗൺ നാളുകൾ വേഗം തീരും. കർത്താവിന് വേണ്ടി കൂടുതൽ ശക്തിയോടെ പ്രവർത്തിപ്പാൻ എന്നെയും നിങ്ങളെയും ഒരുക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. അവനിൽ പൂർണ്ണമായി നമുക്ക് ശരണപ്പെടാം. ലോക്ക്ഡൗൺ നാളുകൾ കഴിയുമ്പോൾ ക്രിസ്തുവിന് വേണ്ടി എരിയുന്ന ഒരു ദീപമായി നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ പ്രശോഭിക്കുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.